ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കാണിക്കാനാണ്. ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഗേറ്റ് കണ്ടല്ലോ, ഗേറ്റിനെ നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? അതായത് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഗേറ്റ് ഇങ്ങനെ തുറന്ന് വരുന്നതായിട്ടോ സ്ലൈഡ് ചെയ്യാനായിട്ടൊക്കെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ സ്കെച്ച് ഫയൽ ഉണ്ടല്ലോ, സ്കെച്ച് ഫയലിൽ പോയിട്ട് ഗേറ്റിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഞാനതിനെ Ctrl+C അടിക്കുന്നു, കോപ്പി ചെയ്യുന്നു. എന്നിട്ട് വേറെ ഒരു സ്കെച്ചപ്പിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു, കാരണം ഗേറ്റ് മാത്രമായിട്ട് എനിക്ക് കിട്ടാൻ വേണ്ടി. പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിനെ പുതിയൊരു ഫയലായിട്ട് സേവ് ചെയ്യാൻ പോകും. സേവ് ആസ് എവിടെയെങ്കിലും കൊണ്ട് തൽക്കാലം കിടക്കട്ടെ. ഞാൻ പറയാം ഗേറ്റ് എന്നാണ് ഞാൻ സേവ് ചെയ്തത്. ഓക്കെ, പുതിയ ഫയലായിട്ട് സേവായി. എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ മോഡലിൽ നിന്ന് ഞാൻ ഈ ഗേറ്റിനെ ഹൈഡ് ചെയ്തു. ഓക്കെ, ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ D5 ഒന്ന് സിങ്ക് ചെയ്യുക. കാരണം ഇപ്പോൾ ഗേറ്റ് മാറിപ്പോയല്ലോ, നമുക്ക് ഞാൻ മോഡലിൽ ഗേറ്റ് വേണ്ട, അത് അങ്ങനെ സിങ്ക് ചെയ്യുന്നു. ഓക്കെ, സിങ്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഗേറ്റ് ഉണ്ടാവില്ല. ഓക്കെ, സിങ്കായി. അവിടെ പോയി കണ്ട ആ ഒരു പീസ് ഗേറ്റിൻ്റെ ആ ഒരു കഷ്ണം പോയി. ഇനി നമ്മൾ ആ മാറ്റിയ ഗേറ്റ് മാത്രമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ടിൽ പോകുന്നു, ഇവിടെ പോകുന്നുണ്ട് ആ ഗേറ്റ് ഇതിനങ്ങ് ഇമ്പോർട്ട് ചെയ്യുക. നമുക്കൊരു മോഡലായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആനിമേറ്റ് ചെയ്യാം. ഞാൻ ഗേറ്റ് മാത്രം ഞാൻ തൽക്കാലം എടുക്കുന്നു. ഞാനിവിടെ ഇതിപ്പോൾ എങ്ങനെ ഇരിക്കണം, ഗേറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. ഗേറ്റ് ഞാനിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. തൽക്കാലം ഞാനിവിടെ വെച്ചു. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ വെച്ച് ഇതാണ് നമ്മുടെ ഗേറ്റ്. ഓക്കെ, അതവിടെ ഇരിക്കണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തൽക്കാലം ഒരു പോയിൻ്റ് പെർസ്പെക്റ്റീവ് ഇട്ടിട്ട് ഞാൻ ഈ ഒരു സീൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു സീൻ ആഡായിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ പോകുന്നു, ഒരു പുതിയ ക്ലിപ്പായിട്ട് ഞാൻ ചെയ്യാം. ക്ലിപ്പിൽ ഞാൻ കറണ്ട് വ്യൂ ഞാനൊരു 10 സെക്കൻഡ് വല്ലതിട്ട്, എന്നിട്ട് ഞാൻ പറയാം ഇതിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റാണല്ലോ, എനിക്ക് വീടല്ല ഈ ഗേറ്റ്. ഇപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്താൽ അതൊരു മാത്രം ഒരു ഒബ്ജക്റ്റായിട്ട് എനിക്ക് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറയാം തുടക്കത്തിൽ ഗേറ്റ് പോയിട്ടിരിക്കണം. അപ്പോൾ ഞാൻ ആ കീ ഫ്രെയിം എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ആഡ് കീ ഫ്രെയിം. ഇവിടെ ഞാൻ കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്നു. തുടക്കത്തിൽ ഗേറ്റ് ഇവിടെയാണ്. ഞാൻ പറയാം ഇതിൻ്റെ അവസാനം വീഡിയോ കഴിയാൻ നേരത്ത് ഈ ഗേറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ആവും. പക്ഷെ ഇത് മൊത്തത്തിൽ റൊട്ടേറ്റ് ആവും. അതിന് പകരം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഞാനിവിടെ അങ്ങ് വെച്ചു. നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ പറയാം ഇതാ എൻ്റെ ഇവിടുത്തെ ഈ സമയത്ത് കീ ഫ്രെയിം ഇതാ. ഇപ്പം എന്താ സംഭവിച്ചു നോക്കട്ടെ. ഗേറ്റ് ഇതേ കണ്ടോ, കറങ്ങി വരുന്ന കണ്ടോ. ഇതാണ് അത്രയുള്ളൂ ആനിമേറ്റ് ചെയ്യാനുള്ള പ്രത്യേകത. നമ്മൾ 2 കീ ഫ്രെയിം ഇട്ട് കൊടുക്കണം. കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒന്ന് അടയും. ഇപ്പോൾ സ്ലൈഡിങ് ഗേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഗേറ്റിനെ തന്നെ എനിക്ക് വേണമെങ്കിൽ സ്ലൈഡിങ് ആക്കാം. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ആ 2 കീ ഫ്രെയിം തൽക്കാലം ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്തു. ഇത് ഈ ഗേറ്റ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു 90-90-90-90-ഇരിക്കുക. ഓക്കെ, 90 അല്ലല്ലോ, ഇവിടെ കുറച്ച് നേരെയാക്കാം. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നൊരു ഗേറ്റാന്ന് വിചാരിക്കുക. ഞാൻ പറയുക ഈ ഗേറ്റ് തുടക്കത്തിൽ അവിടെ. എന്നിട്ട് ഈ വീഡിയോൻ്റെ അവസാനം ഈ ഗേറ്റിനങ്ങ് സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് കീ ഫ്രെയിം ഇത് ആഡ് ചെയ്യുന്നു. ഓക്കെ, തുടക്കം അവിടെയും ഇവിടെ ഇത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഈ സ്ലൈഡ് ചെയ്ത് പോകുന്ന കേട്ടോ. ഇത്രയേ ഉള്ളൂ ആനിമേറ്റ് ചെയ്യാൻ. അപ്പം ഇങ്ങനെ എന്ത് ഒബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളൊരു പിന്നെ ഇപ്പം നമ്മൾ അന്നെടുത്തപ്പോൾ വീഡിയോയിൽ ഒന്നും ലൈവ് ആയിരുന്നില്ല. അതായത് ഇപ്പം മരങ്ങൾ അനങ്ങുന്നുണ്ടായില്ല, ആകാശം ക്ലൗഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഈ ഒരു കറണ്ട് വ്യൂ ഞാനങ്ങ് സെറ്റ് ചെയ്യുക. ഞാനൊരു സീൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ കറണ്ട് വ്യൂ
സീൻ ആഡ് ചെയ്യേണ്ട. അതിന് മുന്നേ നമുക്ക് ആനിമേറ്റ് ചെയ്യാം. ഇന്ന് എൻവയോൺമെൻറ്റിൽ പോയിട്ട് ക്ലൗഡ്സ് ഉള്ള ഓപ്ഷൻ കണ്ട മങ്ങി കിടക്കുന്നത്. കാരണം ഈ ഒരു HDRIയിൽ ക്ലൗഡ്സ് ഇല്ല, അതാണ് അതിൻ്റെ പ്രശ്നം. നമുക്ക് ജിയോ ആൻഡ് സ്കൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡ്സ് കിട്ടും. HDRIയിൽ ഇവിടെ ഇപ്പോൾ കസ്റ്റം ഇട്ടേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഈ മിഡ് ഡേയിലോ ഏതെങ്കിലും ക്ലൗഡ്സ് മൂവിങ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഇതിലും ഇല്ല, ക്ലൗഡ്സ് ഇല്ല. അപ്പോൾ ക്ലൗഡ്സ് വേണമെങ്കിൽ നിങ്ങൾ തപ്പിയെടുക്കേണ്ടി വരും HDRI നല്ലത് ഏതാണ്. ഇപ്പോൾ ഞാൻ കസ്റ്റം എടുത്തേക്കണതിലൊന്നും ക്ലൗഡ്സ് ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കാം. അപ്പോൾ ഇതിൽ ഉണ്ടോ നോക്കിയാൽ ഇതിലുണ്ടോ ക്ലൗഡ്സ്? അതിലും ഇല്ല കണ്ടോ. പക്ഷേ ജിയോ ആൻഡ് സ്കൈയിൽ പോയാൽ ക്ലൗഡ്സ് ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ ഇത് കേട്ട ഇതിലും ആണ് ക്ലൗഡ്സിൻ്റെ ഓപ്ഷൻ കണ്ട, ക്ലൗഡ്സ് ഉണ്ട്. അപ്പം ഞാൻ മങ്ങിയിരിക്കുന്നത്, പക്ഷേ ക്ലൗഡ്സ് കാണൂല. അതിൻ്റെ സ്പീഡൊക്കെ കൂട്ടിയിട്ടാലും ക്ലൗഡ്സ് കാണില്ല. കാര്യം ചെയ്യാം, റീസെറ്റുകളുണ്ടല്ലോ കുറച്ച്, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ക്ലൗഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതെ ക്ലൗഡി ഇതിട്ട് കഴിഞ്ഞാൽ മിക്കവാറും കിട്ടും ക്ലൗഡ്സും. പിന്നെ മരങ്ങളൊക്കെ അനങ്ങിയാലാണ് നമുക്കൊരു ലുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ക്ലൗഡ്സിലേക്ക് തന്നെ മരം അനക്കാനായിട്ട് വിൻഡ് ഓൺ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇതിൽ ക്ലൗഡ്സ്, ഇതിലും ഇല്ല ക്ലൗഡ്സ്. ദൈവമേ, വേറെ റീസെറ്റിലുണ്ടോ? എക്സ്റ്റീരിയർ ക്ലൗഡി നോക്കാം. ഡൗൺലോഡായൊക്കെ വന്നെ തൽക്കാലം കാണിച്ചു തരാനായിട്ട് ജിയോ ആൻഡ് സ്കൈ തന്നെ പോയിട്ട് നമുക്ക് രാവിലെ വല്ലതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ക്ലൗഡ്സ് ഉണ്ട്. അതിൽ ക്ലൗഡ്സിൻ്റെ സ്പീഡ് അങ്ങ് കൂട്ടി കണ്ട, ക്ലൗഡ്സ് മുകളിൽ പോകുന്നതുണ്ട്. അതിന് സ്പീഡ് കൂട്ടാം, നമുക്ക് ഡയറക്ഷൻ തിരിച്ച് മറിച്ചൊക്കെ കൊടുക്കാം ഇഷ്ടമുള്ള പോലെ. തന്നെ ഹൈറ്റ് ക്ലൗഡ്സ് താഴ്ന്നു പോകണോ പൊങ്ങിപ്പോകണോ എന്നുള്ളതിൻ്റെ ഡെൻസിറ്റി കൂട്ടി കൊടുക്കാം. തിക്നെസ്, അതിൻ്റെ എമൗണ്ട്, കുറേ ക്ലൗഡ്സ് വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അതൊരു കുറച്ചും കൂടി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ലൈവായിട്ട് തോന്നും. ഇനി മരമൊക്കെ അനങ്ങണമെങ്കിൽ വിൻഡ് കണ്ട, വിൻഡിൻ്റെ സ്ട്രെങ്ത് അങ്ങ് കൂട്ടി കൊടുക്കുക. അപ്പോൾ നല്ല ഫുള്ളും കിട്ടും, നല്ലോണം ആടുന്നതാണ്. ഡയറക്ഷനും എങ്ങനെ വേണം കാറ്റിടിക്കണം എന്നൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മരമൊക്കെ അനങ്ങാൻ തുടങ്ങി. ഇങ്ങനെയാണ് ആനിമേറ്റ് ചെയ്തത്. നമ്മൾ ഒരു വീഡിയോനെ ജസ്റ്റ് ആ ഒരു ഫോട്ടോനെ അവിടെ നിന്നൊക്കെ എടുക്കണം എന്ന രീതിയിലല്ലാണ്ട് ഈ വീടിനെ പല ആംഗിളിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ മൂവിങ് ആയിട്ട് കാണണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലെടുത്ത ഷോട്ടുകളിൽ ഞാൻ ഒന്ന് ആനിമേറ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു കേട്ടോ. ഇതിൽ ഈ വീഡിയോയിലൊക്കെ ഇപ്പോൾ മരമൊക്കെ അനങ്ങുന്നുണ്ട് കേട്ടോ. ക്ലൗഡ്സ് ഇല്ല, പക്ഷേ മരമൊക്കെ അനങ്ങുന്നുണ്ട്. ക്ലൗഡ്സ് അനങ്ങണമെങ്കിൽ നിങ്ങൾ ആ ഇടുന്ന HDRI അനുസരിച്ചിരിക്കും ക്ലൗഡ്സിൻ്റെ മൂവ്മെൻറ്റ്. അത് പ്രശ്നം. ഈ ഒരു നമ്മൾ അന്ന് എടുത്തിരുന്ന ഷോട്ടുകളുണ്ടല്ലോ, ഈ ഒരു ഷോട്ടിലൊക്കെ എൻവയോൺമെൻറ്റിൽ പോയാൽ ക്ലൗഡ്സ് ഓഫാണ്. അതാണ് പ്രശ്നം. പക്ഷെ വിൻഡ് ഉണ്ട്, വിൻഡ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മരങ്ങളെല്ലാം അനങ്ങുന്നുണ്ട്. ഈ ഒരു ഷോട്ടിലെല്ലാം കണ്ടില്ലേ, മരമൊക്കെ അനങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലാവുന്നുണ്ട് ഇട്ടിട്ടുണ്ടായില്ല. ഈ ഒരു വിൻഡും ക്ലൗഡിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ലൈവാകും. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് കീ ഫ്രെയിം വെച്ചിട്ട് അതിനെ ആനിമേറ്റ് ചെയ്യാം. ഞാൻ ഈ വണ്ടി മൂവ് ചെയ്യുന്നത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തന്നതാണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു സീൻ ഞാൻ എടുത്തിട്ട് ഈ ക്ലിപ്പിൽ ഞാൻ പറയുക, ആ ഒരു സീൻ ഉണ്ടല്ലോ, ഈ ഒരു സീൻ ഞാൻ എന്നിട്ട് ഇവിടെ കറണ്ട് വ്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറിൻ്റെ ഇത് കിട്ടും. 5 സെക്കൻഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാറിനെ ഞാൻ തുടക്കത്തിലൂടെയാണെന്നും അവസാനത്തിൽ ഇതിങ്ങനെ പോട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഇവിടെയാണെന്നും കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ, ഞാനിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ കാർ മൂവ് ചെയ്യാനായിട്ട് കിട്ടും. പക്ഷേ വീലൊന്നും കറങ്ങുന്നില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ആ സീനിൽ പോകുന്നു, ഈ കാറിനെ ക്ലിക്ക് ചെയ്യുന്നു, ഡൈനാമിക് ആക്കുന്നു കേട്ടോ. അപ്പോൾ വീല് കറങ്ങുന്നുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു, ഇവിടേക്ക് വരുന്നു, ഇതിനെ കൊടുത്തിട്ട് അപ്ഡേറ്റ് ഓൾ പാരാമീറ്റേഴ്സ് കൊടുക്കുക. ഇനി ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, കാറിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ടാണ് വീൽ സ്പീഡിൽ കറങ്ങണത്, കാർ വയ്യെ പോകാനായിട്ട് തോന്നണത്. അത് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെടുത്തിട്ട് റേറ്റ് മാച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ റെഡിയാവും. കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് അല്ലെങ്കിൽ നിങ്ങൾ
ഇതിന് കീ ഫ്രെയിം കൊടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ സമയത്തിനൊക്കെ മാറ്റി കൊടുക്കും. ഇപ്പോൾ ഞാൻ 3 സെക്കൻഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ പോകണതായിട്ട് തോന്നുന്നു. കാറ് പക്ഷെ ഭയങ്കര സ്പീഡിൽ കിറങ്ങും. അത് നമ്മുടെ വീഡിയോൻ്റെ ലെങ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ 1 സെക്കൻഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പറന്നു പോകില്ല. കാറെപ്പോഴും പയ്യെ പോകുള്ളൂ. കാരണം അതിൻ്റെ കീ ഫ്രെയിമുകൾ രണ്ടും രണ്ടറ്റത്താണല്ലോ കാറിൻ്റെ. അതാണ് പ്രശ്നം. ഇവിടെ നിന്ന് കാര്യം ചെയ്യാം, കുറച്ച് ദൂരെ അങ്ങിടാം വണ്ടീനെ. ഇവിടെ എത്തുമ്പോൾ അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ അവിടെ എത്താനായിട്ട് കാർ സ്പീഡിൽ പോകേണ്ടി വരും എന്തായാലും. 3 സെക്കൻഡല്ലേ ഉള്ളൂ. അപ്പം ഞാനിത് കണ്ടോ, ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല. കുറച്ച് ദൂരെ വെച്ച് കൊടുത്താൽ മതി നിങ്ങളുടെ ഫ്രെയിം. അപ്പം കാര്യം നടക്കും. അങ്ങനെ തിരിച്ചും വരുന്നുണ്ട്. അതെനിക്ക് തോന്നണേ കീ ഫ്രെയിം വേറെ ഉണ്ടോ, അവിടെ വരെ ഉള്ളൂ. അതാണ്ട് മനസ്സിലായില്ലേ? ഒരു ഒബ്ജക്റ്റിനെ ആനിമേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കീ ഫ്രെയിം മതി. നിങ്ങൾ കുറച്ച് ദൂരേക്ക് ഇട്ടുള്ളൂ മതി. കാറൊക്കെ ആണെങ്കിൽ ഈ ഒരു 5 സെക്കൻഡ്, ഇപ്പോൾ ഒരു 5 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ തന്നെ ഈ കാറിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ട് അവിടെ 5 സെക്കൻഡിൽ ഇവിടെ ഒരു ഫ്രെയിമുണ്ട്. അതാ ഞാൻ ഈ ഒരു ഫ്രെയിമിനെ ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ കൊടുക്കുന്നു. ഓക്കെ, മിക്കവാറും ഇതിപ്പോൾ പറന്നു പോകും വേണ്ടി. അത് തന്നെ കണ്ടോ, വീട്ടിലങ്ങ് പൊക്കോളും. നമുക്ക് ആ ടയർ കറങ്ങുന്ന വിഷയമില്ല. എന്നാൽ കാർ കുറച്ച് നീക്കി കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് തൽക്കാലം ഓഫ് ചെയ്യട്ടെ, ഡൈനാമിക് ഓഫ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് കുറച്ച് ഇൻറ്റീരിയറും വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു കാറിന് തന്നെ ഞാനൊന്ന് ഈ ഒരു ഷോട്ട് ഞാൻ എടുക്കുക. ഈ ഒരു കാറിന് വീഡിയോയിൽ പോയിട്ട് കറണ്ട് വ്യൂ കൊടുത്തിട്ട് 5 സെക്കൻഡ് ആക്കണം. എന്നിട്ട് ഞാൻ കാറിനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ കാർ പോയോ, കണ്ടു, കാർ മാഞ്ഞു പോയി. അതവിടെ നിൽക്കുക, അതാ പ്രശ്നം. ഓക്കെ, ഈ ഷോട്ടിലേക്ക് വന്നാൽ നമ്മുടെ ഹൈപ്പർ സെഷൻ കാർ അങ്ങ് മാറി കിടക്കുക. തിരിച്ചു പോവാ. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് നമ്മൾ പറയുകയാണ് ഈ ഒരു ഷോട്ടിൽ കാറ് ഇല്ല, കാറ് മുകളില. വീഡിയോ ഇച്ചിരി ഞാൻ പ്ലേ ചെയ്യുന്നു. ഓക്കെ, ഇച്ചിരി പ്ലേ ചെയ്തിട്ട് ഞാൻ പറയുക ഈ കാറ് ഇവിടെ എത്തി കൊടുക്കുന്നു. കുറച്ചുകൊണ്ട് പ്ലേ ചെയ്തിട്ട് ഞാൻ പറയുന്നു കാർ ഇങ്ങോട്ട് താഴെ വന്നു, ഇവിടെ വന്ന് കറക്റ്റ് മുട്ടി. എന്നിട്ട് ഞാനതും കീ ഫ്രെയിമിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം എന്താ വെച്ചാൽ കാർ മുകളിൽ നിന്ന് താഴേക്ക് വന്നു അല്ലേ, കേട്ടോ, മുകളിൽ നിന്ന് താഴേക്ക് വന്നു. ഇനി ഇതിപ്പോൾ താഴേക്ക് വന്ന് ആ മൊമെൻറ്റിൽ ഇപ്പം ഞാൻ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞൊരു ഇച്ചിരി നീക്കിയിട്ട് ഞാൻ പറയുകയാണ് ഇടിക്കുന്ന സമയത്ത് കാറിൻ്റെ സൈസ് കുറഞ്ഞു, കൂടല്ല കുറഞ്ഞു അല്ല, കാറിൻ്റെ സൈസ് അങ്ങ് കുറഞ്ഞു. എന്നിട്ട് ഞാനൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ഇച്ചിരിയും കൂടി കയറ്റിയിട്ട് ഞാൻ പറയാം കാറിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കുക. കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു, കുറച്ചും കൂടി കൂട്ടുന്നു, കാറിൻ്റെ സൈസ് പിന്നെയും കൂട്ടി കൊടുക്കുന്നു. ഇവിടെ ഞാൻ കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. ഇപ്പം എന്ത് സംഭവിച്ചേ, കാറിന് നമ്മൾ ആനിമേറ്റ് ചെയ്ത പോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നത് കാറ് ചെറുതായി വലുതായി. ഇതിൽ നിങ്ങൾ കറക്റ്റ് ഉണ്ട്. ഇത് സ്പീഡ് കുറവിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഷോർട്ട് നമ്മൾ പെട്ടെന്ന് ഓരോ ഫ്രെയിമിലും ഓരോ സൈസ് ആയിരിക്കണം കാറ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന പോലെ ഈ യൂണിഫോമായിട്ട് സൈസ് കുറയ്ക്കരുത്. കുറച്ച് ഇത് ആയതിനെ വീതി കൂട്ടുക, അടുത്ത ഷോട്ടിൽ നീളം കൂട്ടുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാറ് ഒന്ന് ബൗൺസ് ആവുന്ന പോലെയൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ കാറിനെ എക്സാമ്പിളായിട്ട് കാണിച്ചാണ്. നമ്മൾ ഇൻറ്റീരിയറിലൊക്കെ ഷോട്ട് എടുക്കുമ്പോൾ വേണമെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ പറന്ന് വരുന്ന രീതിയിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ബെഡ്ഷീറ്റ് പറന്ന് വരുന്നു, ചായക്കപ്പ് പറന്ന് വരുന്നു, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാം. കാരണം അതിൻ്റെ കീ ഫ്രെയിം ഇടുന്ന പരിപാടിയാണ് ഇമ്പോർട്ടൻറ്റ്, വേറൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കാറ് വെച്ച് എൻ്റെ എക്സാമ്പിൾ കാണിച്ചത്. നമ്മൾ ആദ്യം ഗേറ്റ് തിരിയുന്നത് കണ്ടു, സ്ലൈഡ് ചെയ്യുന്നത് കണ്ടു, കാറ് മൂവ് ചെയ്യുന്നത് കണ്ടു, കാറ് വന്ന് വീണ് സൈസ് മാറുന്നങ്ങനെ കണ്ടു. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഈ കീ ഫ്രെയിം വെച്ചിട്ട്. ഓരോ ഫ്രെയിമിൽ നമ്മൾ ആ ഒബ്ജക്റ്റിനെ എവിടെ നിർത്തുന്നു, എങ്ങനെ ഇരിക്കുന്നു അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഒബ്ജക്റ്റിൻ്റെ
മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. കാരണം വീഡിയോ എടുക്കുമ്പോൾ അവർ ആ ഫ്രെയിമുകൾ മാച്ച് ചെയ്യാൻ ശ്രമിക്കും തന്നെ. എന്നാൽ ഈ ഒരു പൊസിഷനിൽ കാറ് മുകളിലും ഈ ഒരു സെക്കൻഡിൽ കാർ ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വീഡിയോ മൂവിനനുസരിച്ച് കാറ് മൂവ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കീ ഫ്രെയിമുകൾ നല്ല വൃത്തിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ ആനിമേറ്റ് ചെയ്യാം. അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ടിപ്സൊക്കെ പറഞ്ഞു തരാനായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുന്നു. നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് ഞാൻ ഈ ഒരു എക്സ്പീരിയറിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊജക്ട്സൊക്കെ കാണിച്ചു തരാം. ഒരു വാക്ക് ത്രൂ വീഡിയോ എടുക്കണം എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാക്ക് ത്രൂ വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ കയ്യിലൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഒരു സോഷ്യൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫ്രീലാൻസ് വർക്കിന് വേണ്ടി ചെയ്തതാണ്. കുറച്ച് വലിയ ഒരു പ്രൊജക്റ്റാണത്. ഒരുപാട് ഏരിയാസൊക്കെ ഉണ്ട്. ലോഞ്ച്, 2 ലോഞ്ച്, ഒരു റിസപ്ഷൻ, പിന്നെ ഒരു കോമൺ വർക്കിംഗ് ഏരിയ, റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങാണ്. അതിൻ്റെ നമുക്ക് വാക്ക് ത്രൂ വീഡിയോ എടുക്കാം അടുത്തതിൽ. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.